നമസ്കാരം. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന പേങ്ങന്മാർ തിരുവല്ലം കുന്നിലിരിക്കട്ടെ, ഈ ഭരണം തുടരുന്നിടത്തോളം കാലം ഇനി ഇതൊക്കെ നടക്കുമെന്ന് കോടതിക്ക് തോന്നിക്കാണും. ഇപ്പം തന്നെ സർവകലാശാലകളുടെ ചാൻസലറാണല്ലോ ഗവർണർ. വൈസ് ചാൻസലറുടെ ഒഴിവ് വരുന്നിടത്ത് തൻ്റെ ഏറാം മൊഴികളെ വയ്ക്കണം, അല്ലെങ്കിൽ എൻ്റെ അവിടെ കുറേ ജുബ്ബയിട്ട കുറേ കർത്തയും കൃത്യം കുർത്തയും എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണത്തിന് എടുത്തിട്ടുണ്ട്. അവന്മാർ പറയുന്ന പേരുകളെ ഗവർണർ കേൾക്കൂ. അത് ആരിഫണ്ണനായാലും ശരി, ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഉള്ളതാണ് ഏറ്റവും വലിയ പോയിസൺ. സൂക്ഷിക്കണം. നരേന്ദ്രപ്രസാദ് പറയുമല്ലേ ആ കണ്ണുകളിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അയാൾ ചിരിച്ചുകൊണ്ട് പാര വയ്ക്കും. അപ്പോൾ ഈ പാൻ പരാഗ് തിന്നുകൊണ്ട് നടന്ന ആരിഫണ്ണനായാലും ശരി, ഇങ്ങനെ ഇഷ്ടംപോലെ അവർക്കിഷ്ടമുള്ള ആളുകളല്ലേ ചാൻസലർ വൈസ് ചാൻസലറാക്കാൻ സമ്മതിക്കുമായിരുന്നുള്ളൂ. ഗവർണറുടെ എർത്തുകളായി ചില കാവ്യക്കാരെ പ്രതിഷ്ഠിക്കും. അവന്മാർ ഓരോ പൊങ്കവന്മാരെയും പൊങ്കത്തുകളെയും പറഞ്ഞു കൊടുക്കും. അവസാനം സഹി കെട്ട് സുപ്രീം കോടതി പറഞ്ഞത്, ഗവർണറെ ഞങ്ങൾ വൈസ് ചാൻസലറെ സെലക്ട് ചെയ്തോളാം. എന്തൊരു നാണക്കേടെന്ന് ആലോചിച്ച് 18-ാം തീയതി 2 വൈസ് ചാൻസലർമാരെ സുപ്രീം കോടതി പ്രഖ്യാപിക്കും എന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കോംപ്രമൈസായി. മുഖ്യമന്ത്രി പറയുന്ന ഒരാൾ ഒരു സർവകലാശാലയിൽ, ഞാൻ പറയുന്ന ഒരു പെണ്ണുപിള്ള ഒരു സർവകലാശാലയിൽ, അങ്ങനെ കോംപ്രമൈസായി. സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നില്ല. അടുത്ത കേസാണ് അതിനേക്കാൾ രസം. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാൻ ഷെഡ്യൂൾ ചെയ്ത 19 സിനിമകൾക്ക് അനുമതി നിഷേധിച്ചു. ലോക സിനിമാ ഭൂപടത്തിൽ അവാർഡുകൾ നേടിയ സിനിമകളെയാണ് കാണിക്കണ്ട എന്ന് കേന്ദ്രം പറയുന്നത്. കേന്ദ്രത്തിൻ്റെ വിദേശ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള സെൻസറിങ് എക്സംഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ ഇന്ന് നമ്മൾ ഈ ചിത്രീകരിക്കുന്ന ഇന്ന് തന്നെ 7 ചിത്രങ്ങളുടെ പ്രദർശനം മുടങ്ങി. ഇക്കാരണത്താൽ നാളെ ചില ചിത്രങ്ങൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ കാണിക്കാനാവില്ല എന്ന് പറയുന്നു. ഇതേ തുടർന്നുണ്ടായ പ്രതിഷേധമാണ് മേള നടക്കുന്നതിനിടയിൽ ഘട്ടം ഘട്ടമായി സർട്ടിഫിക്കറ്റ് നൽകുകയാണ് പതിവെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ 4 പടത്തിന് എന്തോ ഇന്നലെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. മേള 4 ദിവസം പിന്നിട്ടപ്പോൾ 19 സിനിമകളെയാണ് തടഞ്ഞിരിക്കുന്നത്. 1925 പുറത്തിറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞു, ബാറ്റിൽഷിപ്പ് പൊട്ടങ്കിൻ പോലും തടഞ്ഞിരിക്കുകയാണ്. ഒരു ചിത്രത്തിൻ്റെ പേര് ബീഫ് എന്നായതിനാൽ അതുകൊണ്ട് മാത്രം ആ സിനിമ തടഞ്ഞു. അതൊരു സ്പാനിഷ് സിനിമയാണ്. ബീഫുമായിട്ട് യാതൊരു അജഗജാന്തര ബന്ധമില്ല. സംഗീത സാന്ദ്രമായ പശ്ചാത്തലത്തിൽ ഒരു അമ്മയുടെയും മകൻ്റെയും കഥ പറയുന്ന സിനിമയാണ് ബീഫ്. പക്ഷേ നീ ബീഫ് ഇട്ടുകൊണ്ട് ഇന്ത്യയിലോട്ട് വരണ്ട, നിൻ്റെ പടം കാണിക്കണ്ട. ആ ബീഫിന് അതിൽ യാതൊരു റോളും ഇല്ല, മനസ്സിലായി? ഇറച്ചിയോ കുന്തോ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ വാരഫലം ഷൂട്ട് ചെയ്യാനായി ഇറങ്ങുമ്പോൾ ഒരു കാരണവും പറയാതെ സിനിമകളെ തടയുന്നതിൽ പ്രതിഷേധിച്ച് സിനിമ പ്രദർശിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നു. അത്രയും ആർജവം അദ്ദേഹം കാണിച്ചു. പക്ഷേ ജാമ്യമില്ലാ വകുപ്പിട്ട് 2 വർഷം കിട്ടാമെന്നാണ്. സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രദർശിപ്പിച്ചാൽ ആ പടം പിടിച്ചെടുക്കാനും അത് പ്രദർശിപ്പിച്ചവരെ 2 വർഷം ജാമ്യമില്ലാ തടവിലിടാനും വകുപ്പുണ്ടെന്ന് പറയുന്നു. സെൻസർ ബോർഡിന് അങ്ങനെയൊക്കെ സ്വയം ഇതൊക്കെ ഉണ്ട്. 2017 ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം നേടിയ 2017 ചലച്ചിത്രോത്സവത്തിൽ സുവർണ ചകോരം നേടിയ വാജിബ് എന്ന് പറഞ്ഞ സിനിമയെപ്പോലും തടഞ്ഞിരിക്കുകയാണ്. അവാർഡ് കൊടുത്തിട്ട് ആ സിനിമയെ തടഞ്ഞിരിക്കുന്നു. മേളയുടെ ഉദ്ഘാടന ചിത്രം പാലസ്തീൻ 36 എന്നായിരുന്നു. അത് തടഞ്ഞില്ല. പാലസ്തീൻ ചിത്രമായിട്ടും പ്രദർശിപ്പിച്ചു. കേന്ദ്രം എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആർക്കും പറയാനാവുന്നില്ല. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ ഇന്ന് കാണിക്കുന്നു. ഇതുപോലുള്ള സിനിമകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഗാസ എന്ന് കേട്ടപ്പോൾ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന് എനിക്കറിയില്ല. 100 വർഷം പഴക്കമുള്ള ബാറ്റിൽഷിപ്പ് പൊട്ടങ്കിൻ പോലുള്ള സിനിമകൾ തടയുന്നത് അറിവുകേട് കൊണ്ടാണെന്ന്, വിവരക്കേടെന്ന് പറഞ്ഞില്ല, അറിവുകേട് കൊണ്ടാണെന്ന് അടൂർ പറയുമ്പോൾ കേരള രാജ്യാന്തര മേളയും കേരളത്തിലെ ഫിലിം ഫെസ്റ്റിവലിന് കിട്ടുന്ന ഖ്യാതി തടയാനാണ് അല്ലെങ്കിൽ അട്ടിമറിക്കാനാണ് ഈ കളിയെന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയും പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സിനിമ കൊണ്ട് കേന്ദ്രമന്ത്രിയായ ഒരു മനുഷ്യനും നിർമ്മാതാവൊക്കെ ഉണ്ട്. പക്ഷേ ക്യാ ഫൽ ഹേ എന്നേ നമുക്ക് ചോദിക്കാൻ പറ്റും. ഒരു ഗുണവുമില്ല, ഒരു കാര്യത്തിനും കൊള്ളില്ല. ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മലയാള സിനിമയിൽ ദൈവങ്ങളെ കൂട്ടുപിടിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്താൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളായിരിക്കും ദിലീപ്. എന്തും ഏതും ദൈവം നോക്കിക്കൊള്ളും എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യനാണ് അയാൾ. ഇപ്പോൾ പറയുമ്പോൾ പാവം മനുഷ്യൻ എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ പറയും, അയാൾ 50 ലക്ഷം രൂപയും ദിലീപിൻ്റെ ഡേറ്റ് വാങ്ങിച്ച് പണ്ട്, അത് പോരാത്തോണ്ട് ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയും.
അതുപോലെ ആരെങ്കിലും കൊണ്ടൊന്ന് മുഖ്യമന്ത്രിയുടെ സൈറ്റിലിടുകയോ മുഖ്യമന്ത്രിയോട് ഇങ്ങനെ പറഞ്ഞു പാവം പയ്യൻ ദിനേശ് പറഞ്ഞു അത് ശരി, ചുമ്മാ അതല്ല അയാളെ ആനാവൂർ നാഗപ്പൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമായിരിക്കും. ഒരമ്പലത്തിൽ രാവിലെ എത്തി ദൈവത്തോട് പറയാനുള്ളതൊക്കെ പറഞ്ഞ് പ്രസാദം വാങ്ങി കുറിയടിച്ച് ഇറങ്ങുമ്പോഴാണല്ലോ ഒരു പോലീസുകാരൻ ദിലീപിനെ വിളിക്കുന്നത്. താങ്കൾ ഞങ്ങൾക്ക് തന്ന പരാതിയിൽ പറയുന്ന ചില കാര്യങ്ങളിൽ മാഡത്തിന് ചില കാര്യങ്ങളുടെ വിശദീകരണം വേണം. ഒന്ന്, ഞങ്ങളുടെ ക്യാമ്പ് വരെ വരാമോ? കാരണം മാഡം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് അടുത്തൊരു പണി പണിയാനായിട്ട് പോവുകയാണ്. അതിനെന്താ, ഞാനിതാ വരുന്നു എന്നായി ദിലീപ് എന്ന് പറഞ്ഞ് അയാൾക്ക് മാസശമ്പളം കൊടുക്കുന്ന അയാളുടെ പേഴ്സണൽ വക്കീലുണ്ട്. ആ വക്കീലിനോട് പോലും ഞാനിങ്ങനെ അവർ വിളിക്കുന്നു കേട്ടോ, പോലീസ് ക്യാമ്പിലേക്ക് പോട്ടെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ കൂടെ വരാം. അതുപോലും കേൾക്കാതെ ഈ തൊഴുതുകൊണ്ട് നിന്ന ദൈവത്തിൻ്റെ മാത്രം പറഞ്ഞിട്ട് ചെന്ന് കയറി കൊടുത്തു. പിടിച്ചകത്തിട്ടു 88 ദിവസം. ദിലീപിനെ ഈ പ്രോഗ്രാം കാണുന്നവരിൽ ആരെങ്കിലും നേരിട്ട് കാണുകയാണെങ്കിൽ, നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ആരെങ്കിലും ദിലീപിനെ നേരിട്ട് കാണുകയാണെങ്കിൽ ചോദിക്കണം ഒരു കാര്യം. മിസ്റ്റർ ഡിങ്കൻ്റെ പൂജയ്ക്ക് തലസ്ഥാനത്ത് വന്ന ദിലീപിനെ മാറ്റി നിർത്തി ശാന്തിയുള്ള ദിനേശ് ഒരു കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കണം. ഞാൻ അയാളോട് അന്ന് പറഞ്ഞു, പൂജപ്പുര മൈതാനിയിൽ ഡിങ്കൻ്റെ പൂജ കഴിഞ്ഞുടൻ ലോക്നാഥ് ബെഹ്റ വന്ന്, അദ്ദേഹം DGP ആയിട്ട് ചാർജ് എടുത്ത സമയമാണ്. അദ്ദേഹം പൂജ കഴിഞ്ഞ് അദ്ദേഹം പോയ ശേഷം ഷൂട്ടിംഗ് ആ മൈതാനത്ത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ദിലീപിനോടൊരു കാര്യം പറയാനാണ്. അന്ന് എനിക്ക് ഈ കേസൊന്നും വരുമെന്ന് ആർക്കും അറിയില്ലല്ലോ. ഞാൻ മാറ്റി നിർത്തിയിട്ട് ദിലീപിനോട് പറഞ്ഞു, ദിലീപേ, അടുത്ത 2 ദിവസത്തിനകം നിന്നെ അറസ്റ്റ് ചെയ്യും. ഞാൻ ആദ്യമായിട്ട് ക്യാമറ മുന്നിൽ പറയുക, 2 ദിവസത്തിനകം നിന്നെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് മുൻകൂർ ജാമ്യം വല്ലതും എടുത്ത് തടയിടണം, ഇല്ല എങ്കിൽ ബുദ്ധിമുട്ടാകും. അത് കേട്ട ദിലീപിൻ്റെ മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്നായിരുന്നു ദിലീപിൻ്റെ ഭാവം. എന്തോന്ന് ബായി ഈ പറയണേ എന്നുള്ള രീതിയിലാണ് ദിലീപ് എന്നെ നോക്കിയത്. ഞാൻ അറിഞ്ഞത് ഞാൻ പറഞ്ഞു, ഇനി എന്താ വേണ്ടതെന്ന് താങ്കൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഞാനതങ്ങ് ഒഴിവാക്കി. ബായി, എന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിന് ഞാൻ മുൻകൂർ ജാമ്യത്തിന് പോകണം എന്നാണ് ദിലീപ് എന്നോട് ചോദിച്ചത്. ശരിയാണ്, അയാൾ മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ ഇയാളെന്തോ ചെയ്തതുകൊണ്ടാണ് പോകണമെന്ന് തോന്നാം. അയാൾ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് അയാൾ മേളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഒരു നിമിഷം അയാൾ കണ്ണടച്ച് ഇങ്ങനെ മേളിലേക്ക് നോക്കിയിട്ട് എന്താ പറഞ്ഞു, മോളിൽ ഇരിക്കണമെന്ന് നോക്കിയോളൂ. ജാമ്യം കിട്ടി പുറത്ത് വന്നപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം, പെണ്ണുങ്ങളാണ് നിങ്ങൾ ശത്രുവാക്കിയിരിക്കുന്നത്, എന്തും ചെയ്യും അവറ്റകൾ. കാരണം എതിരാളിയെ കിട്ടിയാൽ അവൻ്റെ കട്ട പുക കാണുന്നവരെ അടങ്ങില്ല. ഈ പെണ്ണിന് ദേഷ്യം വന്നാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോഴും അയാൾ എന്താ പറഞ്ഞത്, മേളിലിരിക്കുന്ന ആൾ നോക്കിക്കോളും ഭായി എന്നാണ്. പിന്നെ അങ്ങേർക്ക് ഇതല്ലേ പണി, 100 കൂട്ടം പ്രശ്നങ്ങളിൽ ഇടപെട്ട് കക്ഷി വല്ലാത്ത വിഷമ വൃത്തത്തിലാണ് എൻ്റെ പൊന്ന് ദിലീപേ. അതിനിടയിൽ നിങ്ങളുടെ കാര്യം നോക്കാൻ അദ്ദേഹത്തിന് സമയം ഉണ്ടാവില്ല ദിലീപേ എന്ന് ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് ഈ നാട്ടിൽ ദിലീപിനെതിരെ ദിവസവും കാണിക്കുന്ന കൊള്ളരുതായ്മകൾ കണ്ടപ്പോഴാണ്. അതിന് മുഖ്യമന്ത്രിയുടെ എല്ലാ സപ്പോർട്ടും ഉള്ളതുകൊണ്ടായിരിക്കാം. രാഷ്ട്രീയ ഭേദമന്യേ കുറേ എണ്ണം അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്, കുറേ പെണ്ണും പിള്ളമാരും കുറേ വിവരദോഷികളും. അയാളും അപ്പുണ്ണിയും സംഘവും ശബരിമലയിലാണ് നമ്മളിത് ചിത്രീകരിക്കുമ്പോൾ. ഒരു വെയിലത്ത് അയാൾ അയ്യപ്പ തിരുസന്നിധിയിൽ ഭക്തിയിൽ ലയിച്ച് നിൽക്കുന്നു, ഇവിടെ നടക്കുന്ന ഒന്നും അറിയാതെ. അതേസമയം അയാളുടെ നാട്ടിലാണെങ്കിലോ പ്രശസ്തമായ ആലുവ പുഴയുടെ തീരത്ത് നല്ല രസമുള്ള വീടാണ് ദിലീപ് വച്ചിരിക്കുന്നത്. ഞാൻ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ദിലീപിൻ്റെ താമസം ആലുവ പുഴയുടെ തീരത്താണ്. അയാളുടെ വീട്ടുമുറ്റത്തുനിന്നൊരു 10-20 മീറ്റർ അപ്പുറം വരെ ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ വെള്ളം കയറുമെന്നാണ് അയാൾ പറഞ്ഞത്. രസകരമായ കാഴ്ചയാണ്. കാരണം വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ മതി, ആലുവ ശിവക്ഷേത്രം അക്കരെ കാണാം. പൂഴി മണലും ഒക്കെ ആയിട്ട് നല്ല എന്താ പറയുക, മനസ്സിന് കുളിർമ ഉണ്ടാക്കുന്ന രസമുള്ള സീനുകളുള്ള വീടാണ്. അപ്പോൾ അയാൾ ശബരിമലയിൽ നിൽക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പുഴയുടെ മറുകരയിൽ പ്രശസ്തമായ ആലുവ ശിവക്ഷേത്രമാണ്. ഇവിടുത്തെ കുംഭമാസത്തെ മഹാശിവരാത്രി പ്രശസ്തവുമാണ്. ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണാൻ നല്ല രസമാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ചതും സ്വയംഭൂവായ ശിവലിംഗവും ഈ അമ്പലത്തിലെ പ്രത്യേകതയാണെന്ന് പറയും. ഈ പുഴയിൽ മുങ്ങി മണൽ വാരി വിറ്റ് ജീവിച്ചിരുന്നൊരു കാലം മറക്കേയില്ല ഒരിക്കലും ദിലീപ്. അയാൾ അങ്ങനെ മണൽ വാരി വിറ്റ ഒരു കാലമുണ്ട്. ഞാൻ ഇതേവരെ ചോദിച്ചിട്ടില്ല, ദിലീപേ, നീ അന്ധമായി വിശ്വസിക്കുന്ന ദൈവം ആരാണ്?
സംഹാരമൂർത്തിയായ പരമശിവനാകണം ആ ദൈവം. പറഞ്ഞ് നമ്മൾ കാട് കയറിപ്പോയി. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രശസ്തമായൊരു ശിവക്ഷേത്രമുണ്ട്, എറണാകുളം ശിവക്ഷേത്രം. അത്യുഗ്രമൂർത്തിയായ പരമശിവൻ കിരാതമൂർത്തിയും പാർവതി സമേതനായും 2 രൂപങ്ങളിലാണ് ഈ അമ്പലത്തിൽ ശിവൻ വസിക്കുന്നത്. ഞാൻ വെയിറ്റിയറിനായതുകൊണ്ട് സ്ഥിരമായിട്ട് താമസിക്കുന്നത് ഭാരത് ടൂറിസം എന്ന് പറഞ്ഞ BTH ഹോട്ടലിലാണല്ലോ. നമ്മൾ ആ ഹോട്ടലിൽ താമസിച്ചാൽ രാവിലെ 5 മണിക്ക് നമ്മളെ ഉണർത്തുന്നത് ഈ ക്ഷേത്രം തുറക്കാൻ പോകുന്നൊരു വെടിവെച്ച കേട്ടാണ്. നല്ല രസമാണ് BTH നിന്ന് കാണാൻ. വലിയ മൈതാനമാണ്. അവിടെയാണെങ്കിൽ എന്നും ഏതെങ്കിലും ഒരു എക്സിബിഷൻ സ്ഥിരമായിട്ടുണ്ടാവും. ഈ ക്ഷേത്രത്തിലെ 2026 ഉത്സവത്തിൻ്റെ ചിലവിലേക്കായുള്ള കാശ് പിരിക്കാൻ കൂപ്പൺ അടിച്ചു. ആദ്യ കൂപ്പൺ ഡിസംബർ 16 തീയതി 6:30 ദീപാരാധനയ്ക്ക് ശേഷം പ്രമുഖ ചലച്ചിത്ര താരം ദിലീപ് വിതരണം ആരംഭിക്കുമെന്ന് പോസ്റ്ററൊക്കെ ഇറക്കി. ദിലീപ് കോടതി നിരപരാധിയാണെന്ന് വിധിച്ചപ്പോൾ അയാളെ അതിൽ നിന്നും മാറ്റി ദേവസ്വം എള്ളോളം ആയുസുണ്ടെങ്കിൽ എറണാകുളത്ത് അപ്പൻ കാക്കും രക്ഷിക്കും എന്ന ടാഗ് ലൈനൊക്കെ കൊടുത്ത് പരസ്യമെല്ലാം ദേവസ്വം ബോർഡ് ചെയ്ത ശേഷം ദിലീപിനെ അങ്ങ് ഒഴിവാക്കി. കാരണം അയാൾ നിരപരാധിയാണെന്ന് കോടതി വിധിച്ചു. അതാണ് പ്രശ്നം. കുറ്റവാളിയായിരുന്നെങ്കിൽ അയാൾ തന്നെ ഉദ്ഘാടനം ചെയ്താൽ. നിങ്ങൾ എന്തൊരു വിരോധാഭാസം എന്ന് ആലോചിക്കുക. അയാൾ എന്തായാലും വിളിച്ച് ബൈ നിങ്ങളുടെ ആ കൂപ്പൺ ഇനാഗ്രേഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് ചോദിക്കില്ല. അപ്പോൾ അയാളെ പോയി കണ്ട് ആലുവയിൽ കണ്ട് ദേവസ്വം ബോർഡ് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ ശിവനായതുകൊണ്ട് അയാൾ ചാടി വീണിരിക്കാൻ വരാമെന്ന്. അങ്ങനെ പോസ്റ്ററും കൂപ്പണും കുന്തും കുടച്ചക്രവും എല്ലാം അടിച്ചിട്ട് അയാളുടെ ഈ എള്ളോളം ആയുസുണ്ടെങ്കിൽ എറണാകുളത്തപ്പൻ കാത്തു രക്ഷിക്കും എന്നൊക്കെ അടിച്ച്. അപ്പോൾ സത്യസന്ധത തെളിയിച്ച ശേഷം അവർ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത് ദിലീപിനെ അങ്ങ് ഒഴിവാക്കി. ഏത് നേതാവ് വിളിച്ച് പറഞ്ഞിട്ടാകും ദിലീപിനെ മാറ്റിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും ദിലീപ് ഒരു നിരീശ്വരവാദിയോ ദേവൻ്റെ കട്ടളപ്പാളി അടിച്ചു മാറ്റിയിട്ട് സ്വർണത്തിന് പകരം ചെമ്പ് വെച്ചവനോ അല്ല. നമ്മളെപ്പോലെ ദൈവങ്ങളെ വിശ്വസിക്കാത്തവനോ അല്ല. അയാളൊരു നല്ല ദൈവവിശ്വാസിയാണ്. ഈ കൂപ്പൺ ഉദ്ഘാടനത്തിന് വന്നെങ്കിൽ ചിലപ്പോൾ അയാൾ ചുരുങ്ങിയത് 1 ലക്ഷം രൂപയെങ്കിലും കൂപ്പൺ അയാൾ വാങ്ങും, ഉറപ്പായിട്ട് വാങ്ങും. കാരണം ദൈവത്തിന് വേണ്ടി എന്തും കൊടുക്കും അയാൾ. ആരെയോ സുഖിപ്പിക്കാനായിരിക്കും ഈ ചടങ്ങിൽ നിന്നും ക്ഷണിച്ചിട്ട് ദിലീപിനെ മാറ്റിയത്. ഇതുകൊണ്ടൊക്കെ ഭരണകർത്താക്കൾ നാറും എന്നല്ലാതെ ദിലീപിനൊരു ചുക്കും സംഭവിക്കാനിടയില്ല. ഉറങ്ങിക്കിടക്കുന്നതിനെ വിളിച്ച് ഉണർത്തിയിട്ട് ചോറില്ല എന്ന് പറഞ്ഞ കണക്ക് വളരെ മോശമായ ചെയ്തിയായിപ്പോയി ഇത് എന്ന് മാത്രമേ വാസവൻ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹമാണല്ലോ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി. എനിക്ക് വാസവൻ മന്ത്രിയോട് പറയാൻ ഇത്രയേ ഉള്ളൂ. വിളിച്ച് ഉണർത്തിയിട്ട് ഉറങ്ങിക്കിടക്കുന്നതിനെ വിളിച്ചുണർത്തിയിട്ട് ചോറ് തരാം എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തിയിട്ട് ചോറില്ല എന്ന് പറയുന്ന പോലെ നാണം കെട്ട പണിയായിപ്പോയി. അതാര് ചെയ്താലും അതാരാണ് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വാസവൻ മന്ത്രി അന്വേഷിക്കണം എന്ന് ഞാൻ പറയുന്നു. അയാൾ എന്തായാലും മന്ത്രി പ്രസിഡൻറ്റ് എന്നെക്കൊണ്ട് കൂപ്പൺ ഉദ്ഘാടനം ചെയ്യിക്കണം എന്ന് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരിക്കലും അയാൾ അങ്ങനെ പറയാൻ വഴിയില്ല. ഒരു സംസ്ഥാന അവാർഡ് ജേതാവാണ് അയാൾ എന്നെങ്കിലും വാസവ മന്ത്രി ഓർക്കണമായിരുന്നു. അയാൾ ആരോപിച്ച കുറ്റം നിരപരാധിയാണ് അയാളെന്ന് തെളിയിക്കുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ ഈ നാറിയ പണി ദേവസ്വം ബോർഡ് ചെയ്തത് ചെറ്റത്തരമായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിലീപേ, ഇനി ഇതുപോലുള്ളവന്മാർ കോളിനസ് പുഞ്ചിരിയാറ്റൊക്കെ വരും. കാരണം നിങ്ങൾ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ നിരപരാധിയായി കോടതി വിട്ടതുകൊണ്ട് ഇനിയിപ്പം ഉത്സാഹ കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് വരും. ഒറ്റ എണ്ണത്തിനെയും അടുപ്പിക്കരുത്, ആ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ കടക്ക് പുറത്ത് എന്ന് പറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.